മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം തിരുവനന്തപുരത്ത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് യോഗം സമാപിച്ചിരിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, യോഗം സമാപിച്ചിരിക്കുന്നു. പ്രധാനമായും അജണ്ട എന്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിർദ്ദേശമായി നൽകിയത്? പ്രജീഷ്, സർക്കാരിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം കൂടുതൽ കുറ്റമറ്റതാക്കാനും കാര്യക്ഷമമാക്കാനും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ അവർ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. അത്തരത്തിലുള്ള പിന്തുണ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പ്രധാനമായും പല വകുപ്പുകളുടെയും പ്രവർത്തനം സംബന്ധിച്ച് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ അവരുടെ ഓഫീസ് പ്രവർത്തനം സംബന്ധിച്ചും അല്ലാത്തതുമായ രീതിയിലുള്ള പലതരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി യോഗത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം യോഗത്തിൽ സംസാരിച്ചു എന്ന വിവരമാണ്. എന്നാൽ യോഗ തീരുമാനങ്ങളെക്കുറിച്ചോ യോഗത്തിലെ അജണ്ടകളെക്കുറിച്ചോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. മാധ്യമങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം തന്നെ മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ കുറ്റമറ്റതാക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി യോഗത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും വകുപ്പുകളിലെ ഫയൽ നീക്കം വേഗത്തിലാക്കാൻ, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഓഫീസ് പ്രവർത്തനങ്ങളിലെ അപാകതകളെല്ലാം തന്നെ ഒഴിവാക്കാൻ, ഓഫീസ് പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കാൻ, അത് വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ സർക്കാർ ഒരു വർഷം തികയ്ക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒരു വർഷത്തിനകം പൂർത്തിയാക്കേണ്ട പദ്ധതികൾക്ക് പൂർണ്ണമായും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ, അവ ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പുലർത്തണമെന്ന കാര്യവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും നിർദ്ദേശമായി ഉയർന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ പ്രവർത്തനം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ കാര്യക്ഷമമാക്കാനുമായി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം